ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് ഫ്രൂട്ട് സലാഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി എൻ്റേതായ രീതിയിൽ ഒന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ ആവശ്യമായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കവർ പാൽ ഒഴിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 2 കവർ പാൽ ആവശ്യമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഷുഗർ ആഡ് ചെയ്യും. ഓവറായിട്ട് ഷുഗർ ഇട്ട് കൊടുത്താൽ നമുക്ക് ഷുഗർ ഓവറായി പോയി നമുക്ക് കഴിക്കാൻ പറ്റാതാവും. അപ്പം എല്ലാം അളവിലിരുന്ന് അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പാല് നല്ലതുപോലെ ചൂടാകും മുമ്പ് ഒഴിച്ചാൽ കട്ട പിടിക്കാൻ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ആവശ്യാനുസരണം തിക്കായിട്ടും നമ്മളിഷ്ടം പോലെ നമുക്ക് എടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം ഇതെൻ്റെ ആവശ്യാനുസരണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ മാതളങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുവില്ലാത്ത മുന്തിരി ഇട്ട് കൊടുക്കണം. എല്ലാം നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കില്ല കേട്ടോ, ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റം സമത്തിനായിരിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമായിപ്പോൾ. പിന്നെ നമ്മളിത് കുതിർക്കാൻ പറ്റുന്ന കസ്കസ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബനാന കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചതിനൊക്കെ ശേഷമാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത് കേട്ടോ. സംഭവം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ലൂസായിരിക്കും. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പം അടിപൊളി ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെച്ചിട്ട് ഇതിൽ വേറൊരു ഐറ്റം കൂടെ ഇടുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഞാൻ തണുക്കാൻ വെച്ചിട്ട് നമ്മളിത് എല്ലാവർക്കും നോമ്പ് വാങ്കുളിക്കാൻ സമയത്തിന് നമ്മളിത് വെളിയിലെടുക്കും. എന്നിട്ട് ഇതുപോലെ എല്ലാവർക്കും കൊടുക്കാൻ സമയത്താകുമ്പോഴത്തേക്കും ബദാമും കപ്പലണ്ടിയും കൂടെ കുറച്ചൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കും. നല്ലതുപോലെ മിക്സാക്കി എടുത്താൽ നല്ല അടിപൊളി ഫ്രൂട്ട് സാലഡ് റെഡിയാണ് ഗെയ്സ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇതിലിപ്പോൾ ഞാൻ മാങ്ങ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് മാങ്ങ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നല്ല ഇനിപ്പുള്ള മാങ്ങ തന്നെ എടുക്കണം കേട്ടോ. പുളിപ്പൊക്കെ മാങ്ങ എടുത്താൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പം ഈ പരുവത്തിലെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ ഗെയ്സ്. ഫ്രീസറിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, സംഭവം പൊളിയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്.